നമസ്കാരം. നമസ്തേ. ഭാരത് ലൈവിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. താങ്കൾക്ക് ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഈ വ്യോമ ഗതാഗതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു എയർലൈനിൻ്റെ ഫ്ലൈറ്റുകൾ വലിയ തോതിൽ റദ്ദാക്കപ്പെട്ടു. അനേകം യാത്രക്കാർക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് മാത്രമല്ല, കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ ഈ ഇൻഡിഗോ ഫ്ലൈറ്റ് ഇങ്ങനെ ക്രമാതീതമായി റദ്ദാക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഒരു വിദേശ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ്? അങ്ങ് വിദേശത്തും ഒക്കെ ജോലി ചെയ്ത ആളാണ്, പത്രപ്രവർത്തനം നടത്തിയ ആളാണ്. ഇതേക്കുറിച്ച് എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? ഇന്ത്യയുടെ വ്യോമയാന രംഗത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇൻഡിഗോ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കിയത്. ഇത്തരം ഒരു സംഭവം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രശാന്ത് എന്നോട് പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു വിമാന കമ്പനിയെന്ന്. വെറും ഒരു വിമാന കമ്പനിയല്ല, ആഭ്യന്തര മാർക്കറ്റിൽ 65% ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ. അപ്പോൾ അതായത് ഇന്ത്യയുടെ വ്യോമയാന രംഗം, പ്രത്യേകിച്ച് ആഭ്യന്തര ഡൊമസ്റ്റിക് സെക്ടർ ഇൻഡിഗോയുടെ കൈപ്പിടിയിലാണ്. ഏതാണ്ട് കുത്തക തന്നെയാണ് ഇൻഡിഗോയ്ക്കുള്ളത്. നമുക്ക് അതിന് സമാനമായിട്ടുള്ളൊരു എയർലൈൻ ഇല്ല. അങ്ങനെ പ്രശാന്ത്, ഒരു ദിവസം 2700 ഫ്ലൈറ്റുകൾ വരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർലൈനാണ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ അവർക്ക് ആഭ്യന്തര മാർക്കറ്റിലുള്ള ഒരു പിടി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഇൻഡിഗോ ഈ കഴിഞ്ഞ ദിവസം അവരുടെ 100 കണക്കിന് അല്ലെങ്കിൽ 1000-ന് മേളിലൊക്കെ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയ ദിവസങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ വളരെ കർശനമായിട്ട് ഇടപെട്ടത് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാംമോഹൻ നായിഡുവിൻ്റെ വകുപ്പല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട്. അതെ. ഇപ്പം ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്ന അറിയാമോ? അതായത് ഇൻഡിഗോയുടെ 10% റൂട്ടുകൾ അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അത് മറ്റ് എയർലൈൻസിന് വീതിച്ചു കൊടുത്തു. അതായത് അവരുടെ കുത്തക തകർക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഡിഗോയുടെ സിഇഒയെ, അദ്ദേഹം ഒരു ഡച്ച് പൗരനാണ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ തൊഴുകയോടെ അദ്ദേഹം നിൽക്കുന്ന പടം ഒരുപാട് മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നു. അതും മാത്രമല്ല, അദ്ദേഹം ഇന്ത്യ എൻ്റെ ഒരു രാജ്യം പോലെയാണ്, എൻ്റെ രണ്ടാമത്തെ കുടുംബമാണ് എന്ന് വരെ പറയുന്ന രീതിയിൽ അദ്ദേഹം വളരെ വിനയാന്വിതനാണ്. പ്രശാന്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ വിഷയത്തിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടായോ? എന്താണ് ഇത്? പ്രശാന്ത് മാത്രമല്ല, ഒരുപാട് ഭാഗത്തുനിന്ന് വ്യോമയാന വിദഗ്ധർ, അതുപോലെ തന്നെ നയതന്ത്ര മേഖലയിൽ നിന്ന്, അതുപോലെ സുരക്ഷാ വിദഗ്ധർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 ദിവസമാണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായത്. അതെ, ഈ കോലാഹലം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ അതിൽ എന്തോ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആരുടെയൊക്കെയോ ഗൂഢാലോചന അതിലുണ്ടായിരുന്നതെന്ന് സംശയിക്കാനുള്ള ന്യായം അവിടെ ഉണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വളരെ ദേഷ്യം പിടിപ്പിച്ചു. അതായത് ഇതിൻ്റെ കാരണത്തിലേക്കൂടെ ഞാൻ വരാം. കാരണം ചോദിച്ചല്ലോ, എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം? കാരണം വളരെ ലളിതമാണ്. ഇവിടെ ബാക്കി ഒരുപാട് എയർലൈൻസ് ഉണ്ട്. ഇപ്പം എയർ ഇന്ത്യ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് എയർലൈൻസ് ഉണ്ട്. ആർക്കുമില്ലാത്ത പ്രശ്നം എന്താ ഇവർക്കുണ്ടായത്? അതിൻ്റെ കാരണം ഇവരുടെ ഒരു ബിസിനസ് മോഡലാണ്. ഈ ഇൻഡിഗോ എയർലൈൻസ് ഒരു ലോ കോസ്റ്റ് ക്യാരിയറായിട്ട് തുടങ്ങിയത്. അതായത് ഒരു ലോ കോസ്റ്റ് ക്യാരിയർ എന്ന് പറഞ്ഞാൽ ചെലവ് കുറഞ്ഞ, നിങ്ങൾക്ക് മിനിമം സൗകര്യമാണ് തരുന്നത്.
നിങ്ങൾ വിമാനത്തിൽ കയറിയാൽ നിങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളതെല്ലാം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം. അങ്ങനെയുള്ള ഒരു ലോ കോസ്റ്റ് ക്യാരിയറാണ്. ആ ലോ കോസ്റ്റ് ക്യാരിയറായിരുന്നു പണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഈ ലോ കോസ്റ്റ് ക്യാരിയറിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വലിയ ഡിലേയാണ്. പലപ്പോഴും നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്കൊക്കെ ആണെങ്കിൽ പല ആൾക്കാർക്കും ജോലിക്ക് കയറാൻ പറ്റില്ല, വൈകും. ഇപ്പം അവിടുന്ന് ഗൾഫിൽ ഒരു മാസത്തെ അവധിക്ക് വരുന്ന ഒരാൾ തൊട്ടടുത്ത ദിവസം ഇത്ര മണിക്ക് അവർക്ക് ജോലിക്ക് കയറിയേ പറ്റൂ. കയറിയില്ലെങ്കിൽ ഇവരുടെ ജോലി ചിലപ്പോൾ പോകും. വിസ റദ്ദായി പോകും. പക്ഷേ പലപ്പോഴും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് കാരണം പല ദുരിതങ്ങളും അനുഭവിച്ച ആൾക്കാരുണ്ട്. അത് വേറൊരു വിഷയം. നമ്മൾക്കിപ്പോൾ നമ്മുടെ ഇൻഡിഗോയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ലോ കോസ്റ്റ് ക്യാരിയറായി തുടങ്ങിയ ഇൻഡിഗോ പിന്നീട് അത് ഒരു മേഖലയെ മുഴുവൻ പിടിച്ചെടുക്കുമ്പോഴും അവരുടെ ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവർ ചെയ്തിരുന്നത് ഈ ഏറ്റവും മിനിമം സ്റ്റാഫിനെ വെച്ച് അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നിങ്ങൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വിമാനത്തിൽ കയറാനും ഇറങ്ങാനും രണ്ട് രീതിയിലാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ ബസ്സിൽ നമ്മളെ ഈ ടാർമാക്ക് എന്ന് പറയുന്ന അല്ലെ ഏപ്രോൺ എന്നും പറയും, അവിടെയാണ് ഒരു വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പാർക്ക് ചെയ്ത വിമാനത്തിലേക്ക് നമ്മൾ കയറുന്നത് നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ബോർഡിംഗ് ഗേറ്റ് തുറക്കുന്നു. ബോർഡിംഗ് ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളൊരു ബസ്സിലേക്ക് കയറുന്നു. ആ ബസ് നമ്മുടെ ഈ പറയുന്ന വിമാനത്തിൻ്റെ സമീപത്തെത്തി അങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ആ കാലമൊക്കെ മാറി. ഇന്ന് ടെർമിനലിൽ നിന്നും ഡയറക്റ്റ് എയറോ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ എയറോ ബ്രിഡ്ജിന് വാടക കൊടുക്കണം. ആ വാടക കൊടുക്കാതിരിക്കാൻ ഈ ഇൻഡിഗോ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ അവർ ആൾക്കാരെ പഴയ പോലെ ഈ ബസ്സിൽ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത്ര നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അത്ര എച്ചികളായിരുന്നു അവന്മാർ. ഇതായിരുന്നു ഇവരുടെ ബിസിനസ് മോഡല്. ഈ ബിസിനസ് മോഡല് കാരണം ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. എയർലൈൻ ക്രൂവിന്, പൈലറ്റുകൾക്ക്, ഇവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ട്. അവരൊക്കെ നിശ്ചിത മണിക്കൂറുകൾ ജോലി ചെയ്താൽ ആ ജോലി ചെയ്യുന്ന അവർക്ക് നിശ്ചിത മണിക്കൂർ വിശ്രമമുണ്ട്. ഈ വിശ്രമം പലപ്പോഴും ഇൻഡിഗോ പൈലറ്റുമാർക്ക് കിട്ടുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അവർ സംഭവിച്ചത് ഇൻഡിഗോ പൈലറ്റുമാരും ക്രൂ അസോസിയേഷനും എല്ലാം കൂടെ ചേർന്നിട്ട് അവർ കോടതിയിൽ പോയി. കോടതി വളരെ കർശനമായി ഇവർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ നിശ്ചിത മണിക്കൂറുകൾക്കുള്ളിൽ തൊഴിൽ നിർത്തണമെന്ന്, ഈ ഡ്യൂട്ടി ടൈം കുറയ്ക്കണം. പക്ഷേ 2 കൊല്ലമായിട്ടും ഇൻഡിഗോയ്ക്ക് നടപ്പായി. ഈ 2 കൊല്ലമായിട്ട് നടപ്പാക്കാതിരുന്നതാണ്. അല്ല അവർക്ക് സമയമില്ലാതിരുന്നതല്ല, മനസ്സിലായോ? അവർക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു. 2 കൊല്ലമായിട്ടും അവരത് ആത്മാർത്ഥമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചില്ല. അതായത് അവർ നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ, ഞങ്ങൾക്ക് വേണ്ടി നിയമം മാറ്റി എഴുതണം, ഇതൊക്കെ പറഞ്ഞു. ലാസ്റ്റിൽ കോടതി ഉത്തരവ് പോലും നടപ്പാക്കിയില്ല. ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടേണ്ട സ്ഥിതി വന്നു. വലിയ ഫൈൻ അവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. 10% മാർക്കറ്റ് ഷെയർ പോയി. അത് പതുക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു മോണോപ്പൊളി ഇന്ത്യയിൽ വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു. അത് മാത്രമല്ല പല ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഈ വിമാനത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായി. തുടർച്ചയായി അങ്ങനെ ഒരുപാട് പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ശരി, ഇതൊരു പുതിയ ചരിത്രമാണ്. വരും ദിവസങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കും, ഇതൊരു വലിയ പാഠമായിരിക്കും. വ്യോമയാന മേഖലയിൽ തന്നെ ഒരു പാഠമായിരിക്കും. എന്തായാലും ശരി, നമ്മുടെ ആഭ്യന്തര മേഖലയിൽ കുഴപ്പമുണ്ടാക്കാൻ അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം തീരുകയാണ്. ആഭ്യന്തര മേഖലയിൽ കുറേ ദിവസങ്ങളായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല വിമാനത്താവളങ്ങളിലും സ്പൂഫിംഗ് അറ്റാക്കുകൾ നടന്നു. പല നമ്മുടെ എയർ ഇന്ത്യയുടെ ബോയിങ് 787 തകർന്നു വീണു. നമ്മുടെ LCA തേജസ് തകർന്നു വീണു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ യാദൃശ്ചികമായിരിക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണാനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം. അതായത് നെല്ലും പതിരും തിരിയും എന്നർത്ഥം.
അത് മാത്രമല്ല, ഈ കൈ നനയാതെ മീൻ പിടിക്കുക, നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം മോഷ്ടിക്കുക, ഇതൊന്നും ഇനി അത്ര എളുപ്പമല്ല. അത് ഇൻഡിഗോ ആയാലും ശരി, ആരാണെങ്കിലും ശരി, ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി. നന്ദി.